ആക്രമണത്തിനിരയായ നടിയെ സ്വഭാവഹത്യ ചെയ്ത മുൻ പോലീസ് മേധാവി ടി പി സെൻകുമാർ സമകാലിക മലയാള വാരികയുടെ ഓൺലൈൻ പോർട്ടലിന് അനുവദിച്ച അഭിമുഖത്തിനിടെയാണ് സെൻകുമാർ നടിയെ തേജോവധം ചെയ്തത്. അഭിമുഖത്തിൽ പല ഭാഗത്തും കടുത്ത മുസ്ലിം വിരുദ്ധ പരാമർശങ്ങളാണ് സെൻകുമാർ നടത്തുന്നത്. സെൻകുമാറിന്റെ വിവാദ അഭിമുഖത്തിന്റെ ശബ്ദരേഖയുടെ പൂർണ്ണരൂപം പീപ്പിൾ ടിവിക്ക് ലഭിച്ചു. താൻ പറയാത്ത കാര്യങ്ങളാണ് വാരിക പ്രസിദ്ധീകരിച്ചതെന്ന് സെൻകുമാർ പറഞ്ഞത് കളവാണെന്ന് ഇതോടെ ബോധ്യപ്പെടുകയാണ്. പൾസർ സുനിയുടെ ആക്രമണത്തിനിരയായ നടിയെ വ്യക്തിപരമായി തേജോവധം ചെയ്യുന്ന തരത്തിലുള്ള സെൻകുമാറിന്റെ ശബ്ദശകലമാണ് പുറത്തായത്. ആക്രമണത്തിനിരയായ നടിക്ക് സ്വഭാവദൂഷ്യമുണ്ടെന്ന് വരുന്ന തരത്തിലുള്ള സംഭാഷണമാണ് സെൻകുമാർ അഭിമുഖ സംഭാഷണത്തിനിടെ നടത്തിയത്. സമകാലിക മലയാളം എന്ന വീക്കിലിയുടെ ഓൺലൈൻ മാഗസിന്റെ ലേഖകൻ PS റംഷാദുമായി അഭിമുഖത്തിൽ ഏർപ്പെടുന്ന ഘട്ടത്തിൽ സെൻകുമാറിന്റെ ഫോണിലേക്ക് വന്ന കോളിനിടെയാണ് നടിയുടെ സ്ത്രീത്വത്തെ തന്നെ അപമാനിക്കുന്ന തരത്തിൽ സെൻകുമാർ സംസാരിക്കുന്നത്. എന്നാൽ കൈരളി പീപ്പിൾ TV ഇരയ്ക്കൊപ്പം നിലകൊള്ളുന്നതിനാൽ ആ വിവാദ സംഭാഷണം സംപ്രേഷണം ചെയ്യേണ്ടതില്ല എന്നതാണ് ഞങ്ങളുടെ എഡിറ്റോറിയൽ തീരുമാനം. പുറത്തു വന്നതിനേക്കാൾ കടുത്ത മുസ്ലിം വിരുദ്ധ പരാമർശമാണ് ടി.പി. സെൻകുമാർ അഭിമുഖത്തിൽ നടത്തുന്നത്. എന്തുകൊണ്ട് ലവ് ജിഹാദ് എന്ന് പറയുന്നത്? ഇപ്പൊ 5000 ഞാൻ എക്സാമ്പിൾ പറയുന്ന ഫിഗറാണ്. 5000 പെൺകുട്ടികൾ മതം മാറാണെന്ന് വെച്ചുള്ളൂ കല്യാണം കഴിച്ചിട്ട്. അതിൽ 1995 കുട്ടികളും മുസ്ലിമിലേക്ക് മാറുകയും 5 കുട്ടികൾ മാത്രം മുസ്ലിമിൽ നിന്ന് ക്രിസ്ത്യാനോ ഹിന്ദു ആകാൻ ചെയ്തെങ്കിൽ ദാറ്റ് ഈസ് എ ലവ് ജിഹാദ്. കാരണം if it is free love, only on the basis of love, it should be almost equal. അപ്പോൾ അത് എന്തുകൊണ്ട് വൺ സൈഡഡ് ആകുന്നു? അങ്ങനെയാണ് ക്രിസ്ത്യൻ കുട്ടികളും ഹിന്ദു പെൺകുട്ടികളും മാത്രമാണ് മുസ്ലിം ആൺകുട്ടികളെ പ്രേമിക്കുന്നത്. അഭിമുഖ സംഭാഷണം വിവാദമായതോടെ മുൻ പോലീസ് മേധാവിയായ ടി.പി. സെൻകുമാറിനെതിരെ പോലീസ് കേസെടുത്തിരുന്നു. സംഭാഷണം വിവാദമായതോടെ താൻ ഇങ്ങനെ പറഞ്ഞിട്ടില്ലെന്നായിരുന്നു സെൻകുമാറിന്റെ വാദം. എന്നാൽ ശബ്ദരേഖ പുറത്തായതോടെ സെൻകുമാർ പറഞ്ഞത് കളവാണെന്ന് തെളിയുകയാണ്. നടിക്കെതിരെ സെൻകുമാർ നടത്തിയ അധിക്ഷേപത്തിനെതിരെ ചില സംഘടനകൾ പരാതിയുമായി പോലീസിനെ സമീപിച്ചേക്കുമെന്നാണ് അവസാനം ലഭിക്കുന്ന വിവരം. എസ് ജീവൻകുമാർ, തിരുവനന്തപുരം.